എല്ലാവർക്കും സിജിൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ നൈറ്റി ക്വിസാണ് നോക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആരാണ് ഫാദർ ഓഫ് മൊബൈൽ ഫോൺ എന്ന് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് മൊബൈൽ ഫോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ മാർട്ടിൻ കൂപ്പറാണ്. 1973 മോട്ടറോള കമ്പനിക്കാണ് മാർട്ടിൻ കൂപ്പർ ആദ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മിച്ചത്. ഓക്കെ, ആൻസർ മാർട്ടിൻ കൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ സോഴ്സ് 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. മായ, ഐക്ലോൺ 7, ബ്ലെൻഡർ ആൻഡ് ദാസ് 3D ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ കുറേ നമ്മുടെ IT ക്ലാസ്സിൽ ചെയ്തതാണ് സ്കൂളുകളിൽ. നമുക്ക് നോക്കാം. ആൻസർ ബ്ലെൻഡറാണ്. ലോകമെമ്പാടുമുള്ള 100 കണക്കിന് ആർട്ടിസ്റ്റുകളും പ്രൊഫഷണലുകളും സ്റ്റുഡിയോകളും സഹകരിച്ച് വികസിപ്പിച്ച ഒരു പൊതു പ്രൊജക്റ്റാണ് ബ്ലെൻഡർ. ഓക്കെ, പുറത്തൊക്കെ ബ്ലെൻഡർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഗോ തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമെന്ന് ഓർത്ത് വെക്കുക. അന്താരാഷ്ട്ര സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വികസിപ്പിച്ച് ലിനക്സിനെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോഗോ കണ്ടിട്ട് തിരിച്ചറിയണം. അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കും. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ KDE ആണ്. കെ ഡെസ്ക്ടോപ്പ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലുള്ള ചില കീകൾ ഒന്നിച്ചമർത്തി കമ്പ്യൂട്ടറിന് നൽകുന്ന ആജ്ഞയാണ് 3 ഫിംഗർ സല്യൂട്ട് എന്ന് പറയുന്നത്. പൊതുവെ ഒരു പ്രക്രിയയെ തടസ്സപ്പെടുത്തുവാനോ സുഗമമാക്കുവാനോ ആണ് 3 ഫിംഗർ സല്യൂട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് കീകൾ? അപ്പോൾ കമ്പ്യൂട്ടറിലെ പൊതുവായ കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ സിട്രൽ പ്ലസ് ആൾട്ട് പ്ലസ് ഡിലേറ്റ്, അതായത് കൺട്രോൾ പ്ലസ് ആൾട്ടർനേറ്റ് പ്ലസ് ഡിലേറ്റ് ആണ് ഈ കീകൾ, ഈ 3 ഫിംഗർ സല്യൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സെർച്ച് എഞ്ചിൻ്റെ ടാഗ് ലൈനാണ് ദി സെർച്ച് എഞ്ചിൻ ദാറ്റ് ഡസൻറ്റ് ട്രാക്ക് യു. ഏതാണ് ആ സെർച്ച് എഞ്ചിൻ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഡക്ക് ഡക്ക് ഗോ ആണ് ആ സെർച്ച് എഞ്ചിൻ. ഓക്കെ, ദി സെർച്ച് എഞ്ചിൻ ദാറ്റ് ഡസൻറ്റ് ട്രാക്ക് യു. ആൻസർ ഡക്ക് ഡക്ക് ഗോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ATM കാർഡ് ഇല്ലാതെ ATM മെഷീനുകളിൽ നിന്നും പണം പിൻവലിക്കാൻ ഇന്ന് സാധ്യമാണ്. SBI ആണ് ഇന്ത്യയിൽ ഇതിനുള്ള സൗകര്യം ആദ്യം അവതരിപ്പിച്ചത്. SBIയുടെ കാർഡ്ലെസ് ATM സേവനത്തിൻ്റെ പേരെന്താണ്? നമുക്കൊക്കെ കുറേ അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ മൊബൈലിലൊക്കെ ഇപ്പോഴും ആപ്പ് ഉണ്ടാവും. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ യോനോ ക്യാഷ് ആണ്. യു ഓൺലി നീഡ് 1 എന്നാണ് യോനോയുടെ ഫുൾ ഫോം. ഓക്കെ, യോനോ ക്യാഷ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ യോനോ ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന IT കമ്പനികളുടെ സംഘടനയാണ് നാസ്കോം. നാസ്കോമിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അതായത് നാസ്കോമിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നാണ് നാസ്കോമിൻ്റെ ഫുൾ ഫോം. ഓക്കെ, നാസ്കോം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ലോഗോ. അപ്പോൾ ലോഗോ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കും. വാർത്താ താരങ്ങൾ, പൂർണ്ണരൂപം, ഇതൊക്കെ ചോദിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ട് പോവുക. അപ്പോൾ നമുക്കിതിൻ്റെ ഐഡൻറ്റിഫൈ ദി ലോഗോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലോഗോ കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. GNU ഖത. ഓക്കെ, GNU ഖത ഇതൊരു ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൂടെയാണ് GNU ഖത. ഓക്കെ, GNU ഖത, ഇതും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈറ്റ് അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഓക്കെ, നമുക്ക് ആ ആൻസർ നോക്കാം. ആപ്പിൻ്റെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈറ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ സഫലം ആണ്. സഫലം. ഓക്കെ, സഫലം ഓർത്ത് വെക്കുക. ഓക്കെ, കൈറ്റ് തയ്യാറാക്കിയ ആപ്പാണ് സഫലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് QR കോഡ് ഉപയോഗിച്ചുള്ള പണവിനിമയ സൗകര്യം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും
നിർബന്ധമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യത്താണ് QR കോഡ് ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത്? ഓക്കെ, നമുക്ക് നോക്കാം. QR കോഡിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ജപ്പാനിലാണ്. 1994 ജപ്പാനിലെ ഡാൻസോ വേവ് കമ്പനി നിർമ്മാണ വേളയിൽ വാഹനങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനാണ് ആദ്യമായി QR കോഡ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ജപ്പാനിലെ ഡാൻസോ വേവ് കമ്പനിയാണ് ആദ്യമായി QR കോഡ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെയിൽടെൽ കോർപ്പറേഷൻ ഇന്ത്യയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയ സൗജന്യ വൈഫൈ ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻസർ റെയിൽവയർ ആണ്. ഫാസ്റ്റ് ഫ്രീ റെയിൽവയർ വൈഫൈ ഹിയർ എന്നൊക്കെയാണ് അതിൻ്റെ ടാഗ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗൂഗിളും കൂടി കോപ്പറേറ്റ് ചെയ്താണ് റെയിൽവയർ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, റെയിൽവയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ IT പാർക്ക് രാഷ്ട്രപതി രാജ്യത്തിന് സമർപ്പിച്ചു. ഏത് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻസർ കോഴിക്കോടാണ്. UL സൈബർ പാർക്ക് ആണ് കോഴിക്കോടിലെ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്നതിൽ ലിനക്സ് അധിഷ്ഠിതമല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? റെഡ് ഹാറ്റ് കൊടുത്തിട്ടുണ്ട്, സോളാറിസ് കൊടുത്തിട്ടുണ്ട്, ഫെഡോറോ കൊടുത്തിട്ടുണ്ട്, ഉബുണ്ടു കൊടുത്തിട്ടുണ്ട്. ഉബുണ്ടു എന്തായാലും ലിനക്സിൻ്റെ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ആൻസർ നോക്കാം. സോളാറിസ് ആണ്. സോളാറിസ് ഒരു യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് സൺ മൈക്രോ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് ഒറിജിനലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പഠന വിഭവ പോർട്ടലിൻ്റെ പേര് എന്താണ്? സമഗ്രയുടെ ലോഗോ ആണത്. എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും. ആൻസർ സമഗ്രയാണ്. ഓക്കെ, സമഗ്ര എന്തായാലും പഠിച്ചു വയ്ക്കുക. സമഗ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ കപ്പ് എന്ന ഒളിമ്പിക്സ് ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്നു കുട്ടികൾക്കായുള്ള ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ആരാണ്? അതായത് ഇമാജിൻ കപ്പിൻ്റെ ഹോസ്റ്റ് ആരാണ് ചെയ്യുന്നത് എന്നാണ്. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? അതായത് ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫേബ്ലൻ ചേരിയോ ആണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ലിനക്സ്, മാക് OS, വിൻഡോസ് എന്നിവയിൽ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഈ ലോഗോ കണ്ട് തിരിച്ചറിയുകയും ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ സ്റ്റെല്ലേറിയം ആണ്. ആൻസർ സ്റ്റെല്ലേറിയം. ഓക്കെ, സ്റ്റെല്ലേറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻ്റർനെറ്റിൻ്റെ പുതിയ സാധ്യതകളുടെ ചുരുക്കെഴുത്താണ് ഇത്. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? അതായത് IoTയുടെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് IoTയുടെ പരിപൂർണ രൂപം. ഓക്കെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാക്കർമാരുടെ പ്രവർത്തന രീതിയെയും ലക്ഷ്യത്തെയും അനുസരിച്ച് 3ആയി തരംതിരിക്കാം. ഏതാണ് അവരുടെ പേരുകൾ? നമുക്ക് നോക്കാം. ആൻസർ ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ് ആൻഡ് വൈറ്റ് ഹാറ്റ്. ഇതാണ് ഹാക്കർമാരുടെ ലക്ഷ്യത്തെയും പ്രവർത്തന രീതിയെ അനുസരിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ് ആൻഡ് വൈറ്റ് ഹാറ്റ്. ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗതയുടെ യൂണിറ്റ് എന്താണ്? സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗതയുടെ യൂണിറ്റ് എന്താണ്? ആൻസർ ഫ്ലോപ്സ് അഥവാ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ് ഫ്ലോപ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? വീവിംഗ് ദി വെബിൻ്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ടിം ബേർണേഴ്സ്-ലീ ആണ്. അതായത് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് ടിം ബേർണേഴ്സ്-ലീ അറിയപ്പെടുന്നത്. ഓക്കെ, ടിം ബേർണേഴ്സ്-ലീ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അങ്ങ് ക്ലിക്ക് ചെയ്ത് കിട്ടും. ഓക്കെ.